ഹാം ഒരു ഡ്രാമയല്ല. അത് ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഇമോഷൻ നമ്മൾ വരുമ്പോൾ ഉള്ളൊരു കോപ്പിംഗ് മെക്കാനിസമാണ്. ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് അത് ഡിപ്രഷൻ ആവാം, ആങ്സൈറ്റി ആവാം, ട്രോമ ആവാം. അതിനെ ടെമ്പററി ഫിസിക്കൽ പെയിൻ വെച്ച് നമ്മൾ ബ്രെയിൻ തന്നെ റെഡ്യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഷോർട്ട് ടേമിൽ ഇതിൽ ചിലപ്പോൾ കുറച്ച് റിലീഫ് ഉണ്ടായിരിക്കാം, പക്ഷേ ലോങ് ടേമിൽ അതിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഇനി ഇങ്ങനത്തെ ഏർജസ് വരുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് തിങ് ഇസ് നമുക്ക് ഏർജ് സർഫിങ് ചെയ്യാം. അതായത് ഏർജസ് വേവ്സ് പോലെയാണ്, അത് വരും, കൂടും, കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ കുറഞ്ഞു പോകും. അപ്പോൾ ഏർജ് വരുമ്പോൾ ഒരു 10 to 15 minutes വെയിറ്റ് ചെയ്യും. സെക്കൻഡ് തിങ് ഇസ് സെൻസറി സബ്സ്റ്റിറ്റ്യൂഷൻ. ഇങ്ങനത്തെ ഏർജസ് വരുമ്പോൾ നമുക്ക് കോൾഡ് വാട്ടർ മുഖത്തേക്ക് തെളിക്കാം, ഐസ് ക്യൂബ്സ് കയ്യിൽ പിടിച്ച് നോക്കാം, ഡീപ്പ് ബ്രീത്തിങ് ചെയ്ത് നോക്കാം. ഇനി കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഒരു റെഡ് സ്കെച്ച് വെച്ച് മാർക്ക് മാത്രം ചെയ്യാം. ബോഡി സേഫ് ആയിട്ടിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഒരു റബ്ബർ ബാൻഡ് വെച്ച് അതിനെ സ്നാപ്പ് ചെയ്യാം. ബോഡി ഒന്ന് കാം ആവുമ്പോൾ നമ്മൾ ഇമോഷൻസ് ഇച്ചിരി കാം ആവും. തേർഡ് തിങ് ഇസ് ആക്സസ് നമ്മൾ റെഡ്യൂസ് ചെയ്യും. അതായത് ഷാർപ്പ് ഒബ്ജക്ട്സ്, അങ്ങനെ നമ്മൾ സെൽഫ് ഹാം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മളുടെ പരിസരത്തു നിന്ന് മാറ്റിവെക്കുക. ഫോർത്ത് തിങ് ഇസ് ഡോണ്ട് ഐസൊലേറ്റ് യുവർ സെൽഫ്. ആർക്കും മനസ്സിലാവില്ല, നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ള ചിന്തകൾ വന്നാലും ഒരു സേഫ് പേഴ്സണെങ്കിലും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ആൻഡ് അവർക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് എങ്കിലും അയക്കുക, ബി വിത്ത് മീ. അത്രയും മതി, നമ്മളുടെ ഹോൾ സ്റ്റോറി പറയണമെന്നൊന്നുമില്ല. ആൻഡ് ഫിഫ്ത്ത് തിങ് ഇസ് സീക്ക് ഹെൽപ്പ്. ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലുമായിട്ട് സംസാരിക്കുക. സെൽഫ് ഹാം ഇസ് നോട്ട് എ പ്രോബ്ലം, ഇറ്റ് ഈസ് എ സിഗ്നൽ, ആൻഡ് ഡോണ്ട് അവോയ്ഡ് സിഗ്നൽസ്.